സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കടലിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. അഖിൽ ഷാ ആൻസർ ചേരുകയാണ് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് അഖിൽ ഷാ, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസവും മഴ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രവചിക്കുന്നത്. നിലവിൽ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കടലാക്രമണം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. കേരള, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായ തിരമാലയ്ക്കുമുള്ള സാധ്യതയുള്ളതിനാൽ ഈ തീരദേശ പ്രദേശത്ത് താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രതരായിരിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇത്തരത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും അതുപോലെ തന്നെ വലിയ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ആരും മത്സ്യബന്ധനത്തിന് പോകരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരാനുള്ളൊരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ സംസ്ഥാനത്ത് ഈ കാലവർഷത്തിന്റെ തീവ്രത അത് കുറഞ്ഞു വരികയുമാണ്. താങ്ക് യു അഖിൽ ഷാ ആൻസർ. എറണാകുളത്ത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നല്ല മഴ പെയ്യുന്നു. പല സ്ഥലങ്ങളിലും കനത്ത മഴ പെയ്യുന്നു. ചില സ്ഥലത്തൊക്കെ മണൽ വാരി എറിയുന്ന പോലുള്ള ചാറ്റൽ മഴയും ഫീൽ ചെയ്യുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അത്യാവശ്യം മഴയുടെ കീഴിൽ തന്നെയാണ് വിഷ്ണു നിൽക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് മഴ എറണാകുളത്ത് ജില്ലയിൽ? ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് യെല്ലോ അലർട്ടാണ്. അതിൻ്റെ ആദ്യ പ്രതിഫലനമെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ മഴ അല്പം ശക്തമാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. കഴിഞ്ഞ വേനൽ മഴയുടെ സമയത്ത് എറണാകുളത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു. പക്ഷേ ഈ മൺസൂൺ മഴ ആരംഭിച്ച ശേഷം അത്തരം സംഭവങ്ങളൊന്നുമില്ല. കൃത്യമായി ഈ ഓടകളൊക്കെ വൃത്തിയാക്കിയതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത് തീരപ്രദേശത്താണ്. തീരപ്രദേശത്ത് കാര്യമായി കടൽ കയറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് സമുദ്ര ഗവേഷണ പഠനം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ചെല്ലാനം, കണ്ണമാലി, അതോടൊപ്പം എടവനക്കാട് മേഖലകളിൽ ആ കടലുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യത. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിഷേധമൊക്കെ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങൾക്കൊന്നും താൽക്കാലിക പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ കൂടി ആ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി എടുക്കും. അപ്പോഴും ആ തീരദേശ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കടലുകയറ്റം ഉണ്ടാകുകയാണെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. മഴയുടെ തീവ്രത കുറവാണ്.